വളരെ ബഹുമാനപ്പെട്ട ആദരണീയനായ രാംകുമാർ സാറുമായിട്ട് തർക്കിക്കാനൊന്നും ഞാനില്ല. എന്നാൽ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം. ഗുജറാത്ത് ഗവൺമെന്റിന് അധികാരമില്ലാത്തടത്ത് ഇടപെട്ടു. ആ സ്റ്റേറ്റിൽ വെച്ചായിരുന്നില്ല ആ കേസിന് ട്രയൽ നടന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അധികാരമില്ലാത്ത ഒരു ഭാഗത്താണ് ഗവൺമെന്റ് ഇടപെട്ടതെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്സ്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളിപ്പോൾ പറഞ്ഞത് തന്നെ, ഇവിടെ നിയമസഭയിൽ ഒരു ചോദ്യം വന്നാൽ അതിന് മറുപടി ആ ഒരു മന്ത്രി ഇല്ലെങ്കിൽ ആ മന്ത്രി ചുമതലപ്പെടുത്തുന്നത് മറ്റൊരാൾക്ക് പറയാം. അതൊരു തെറ്റല്ല, ഒരിക്കലും ഒരു കീഴ്വഴക്കത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമല്ല. അടിയന്തര പ്രമേയത്തിന് തേടിയപ്പോ സാധാരണ എങ്ങനെയാണ് താങ്കൾ നിയമസഭയിൽ വന്നിട്ടുള്ളതല്ലേ? അല്ല, ഇങ്ങനെയുള്ള ഒരു വിഷയം വരുമ്പോ ബന്ധപ്പെട്ട മന്ത്രി മറുപടി പറയും. മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നു, അയാൾക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്താ? സ്പീക്കറിൽ മറുപടി ചാരി രക്ഷപ്പെട്ടു, ഇന്നലെ രക്ഷപ്പെട്ടു. ഇന്ന് ഉപക്ഷേപം സബ്മിഷൻ വരുന്ന കണ്ടപ്പോൾ അയാൾ ഓടി ഒളിച്ചു. എന്നിട്ട് ആ പറയുന്നത് ഇരട്ടച്ചങ്കനാണെന്ന്. കഷ്ടം. എന്നോട് ചോദ്യം ചോദിക്കുകയും വീണ്ടും നമ്പ്യാർ സംസാരിക്കൊണ്ടിരിക്കുകയും ഞാൻ പിന്നെ സംസാരിക്കാതിരിക്കാം. പിന്നെ ഞാനെങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് പറയാനുണ്ട്. സ്പീക്കർ മറുപടി പറഞ്ഞത് തെറ്റാണ്, അതിന് തർക്കമൊന്നുമില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. കാര്യം സ്പീക്കർ സഭയിൽ ഒരു റഫറിയുടെ റോളാണ്. എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് നയിക്കേണ്ടതാണ്. അതാണ് സ്പീക്കറുടെ സഭാനാഥനാണ്. അദ്ദേഹം ഒരിക്കലും മറുപടി പറയാൻ പാടില്ല. മറുപടി പറഞ്ഞത് തെറ്റാണ്. പക്ഷെ അദ്ദേഹം ഒരു മരിപ്പ് വീട്ടിൽ പോയി എന്ന് പറയുന്നത് തെറ്റല്ല. അത് രണ്ടും രണ്ടാണ്. ഇവിടെ ഇന്ന് മറുപടി പറയുന്നതിന് ഞാൻ ഇപ്പോഴും പറയുന്നു, ആ കൺസേൺഡ് മിനിസ്റ്റർ തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിയമസഭയിൽ അതുമായിട്ട് ചോദ്യം വന്നാൽ ആദറൈസ് ചെയ്യുന്ന ആർക്കും അതിനകത്ത് മറുപടി പറയാം. അതിനെയും നമ്മൾ തെറ്റായിട്ട് കണ്ട ഒരു കാര്യം തെറ്റിയാൽ അംഗീകരിക്കുന്നു. സ്പീക്കർ മറുപടി പറഞ്ഞത് തെറ്റാണ്. സ്പീക്കറുടെ റോളല്ല അത്. സ്പീക്കർ മറുപടി പറയാനേ പാടില്ല. പിന്നെ സബ്മിഷൻ വരുമ്പോൾ ആൾറെഡി തീരുമാനമെടുത്ത കാര്യങ്ങളാണെങ്കിൽ എല്ലാ ഉപക്ഷേപങ്ങളും അവിടെ അംഗീകരിക്കണമെന്നില്ല. ഇവിടെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഫയലുകളില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ, ഗവൺമെന്റിന്റെ ഭാഗത്ത് യാതൊരു ഫയലുകളും ഇല്ല. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അത് വന്നിട്ടേ ഇല്ല, ക്യാബിനറ്റിൽ അത് വന്നിട്ടേ ഇല്ല. അങ്ങനെ ക്യാബിനറ്റിൽ പോലും വരാതെ ലാ ഡിപ്പാർട്ട്മെന്റിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും വരാത്ത ഒരു കാര്യത്തിന് ഇല്ല കാള പ്രസവിച്ചു എന്ന് പറയുമ്പോൾ കയറെടുക്കുമെന്ന് പറയുന്നത് പോലെ വെറുതെ സ്പെക്കുലേഷൻസിന്റെ ഊഹാപോഹങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ട് ഇടപെട്ടതാണ് പ്രശ്നം. നമ്മളാണ് കുറ്റക്കാർ. സബ്മിഷനുമായിട്ട് വന്നു കഴിഞ്ഞാൽ പെറ്റൂന്ന് കേട്ടപ്പോ കയറെടുത്തത് നമ്മളാണ്. അപ്പൊ അതിനകത്ത് വെറുതെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് തീർച്ചയായിട്ടും ആ സബ്മിഷൻ അനുഭവം നൽകേണ്ട കാര്യമില്ല. കാര്യം സഭാരേഖകളിൽ ഇതില്ല, ക്യാബിനറ്റിൽ ഇതില്ല, ഗവൺമെന്റിന്റെ പരിഗണനയിൽ ഇത് വന്നിട്ടില്ല. ഇതിനകത്ത് റിമിഷൻ അനുവദിക്കാനുള്ള ഒരു കമ്മിറ്റി ഒരു ശുപാർശ വന്നു. ആ ശുപാർശ ഗവൺമെന്റ് അഡ്മിറ്റ് ചെയ്തെങ്കിൽ ശരിയാണ്. ഞാനെന്നോട് പറഞ്ഞോട്ടെ. പിന്നെ മത്സരിക്കുന്ന കാര്യം പറഞ്ഞു. ഇവിടെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരൊക്കെ നിരവധി പേര് നിയമസഭയിലും ലോകസഭയിലും ഒക്കെ മത്സരിക്കുന്നു. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അദ്ദേഹം പ്രതിയാക്കി ജയിലിൽ കിടക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഭരിക്കുന്നത്. അതൊന്നും നമ്മുടെ ഭരണഘടനയിലൊന്നും വിരുദ്ധത പറഞ്ഞിട്ടില്ല. ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ മത്സരിക്കാം. MLA ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്, MP ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. ആരാണിത്? ആരും പറഞ്ഞാലും അങ്ങനെ ഇവിടെ ആരും പറഞ്ഞില്ല തെരഞ്ഞെടുപ്പിൽ പ്രതികൾക്ക് മത്സരിക്കാം. കുഞ്ഞനം തന്നെ മോഞ്ചി ഒരു പാർട്ടി അതിന്റെ ഏരിയ കമ്മിറ്റിയിലേക്ക് എടുത്ത കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ഒരു പാർട്ടി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഏരിയ കമ്മിറ്റിയിലേക്ക് എടുക്കുന്ന ഒന്നും യാതൊരു വിധമായിട്ട് അതൊന്നും നിയമവിരുദ്ധമല്ല തമ്പിയാരെ. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ മത്സരിക്കുന്നു. മുഖ്യമന്ത്രി ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്ന നാടായത്. അത് ജനാധിപത്യ ആയിക്കോട്ടെ. കുറ്റവാളികൾ മത്സരിക്കുന്നതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ നിർത്തുന്നോണ്ട് ഇവിടെ നിർത്തിയാലും വീഴാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ അഭ്യൂഹമാണ്. നിങ്ങൾക്ക് വന്ന് വലിയ വായിലെ പറയാം. ജനങ്ങൾ എങ്ങനെയാണ് അതിനെ കണ്ടതെന്ന് മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള രാംകുമാർ പറഞ്ഞു. ജനങ്ങൾ എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞിട്ട് പോകാം. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പറയാം ഇത് വളരെ സ്വാഭാവികമാണ്, നിയമപരമായിട്ടുള്ളതാണ്, സ്വാഭാവികമാണ് എന്നൊക്കെ പറയാം. പക്ഷെ മുഖ്യമന്ത്രി ഓടുകയായിരുന്നു നിങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം.
നിങ്ങൾ നിർത്തിയാൽ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകില്ല. നിങ്ങൾ നിർത്തിയാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോകുള്ളൂ. ജനങ്ങളെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു മര്യാദ വേണം. അല്ല, നിങ്ങൾ നിർത്തുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ഈ വിഷയം പറഞ്ഞപ്പോ മുഖ്യമന്ത്രി വാലും ചുരുട്ടി ഓടി എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. നിങ്ങൾക്കൊഴിച്ച് ഇത്രയും ദയനീയമായ ഒരു പരാജയം ഉണ്ടായിട്ടെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കും. നിങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ ഇതുപോലെ ചർച്ചയിൽ വന്ന് പങ്കെടുത്തതും ഇത്രയും വലിയ തോൽവിയുടെ ഒരു കാരണമാണ്. പല ചർച്ചക്കാരും വന്ന് ഇതുപോലെ ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയത്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കും. ഇതൊന്നും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇനി കഴിയില്ല. പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല, പാർട്ടി മെമ്പർമാരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് പിണറായിയെ വഴിയിട്ട് അടിക്കിട്ടുന്ന ചെണ്ട പോലെ അടികൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന് അടി മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് ഒരാളെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല, ഒരു കുഞ്ഞിനെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയില്ല. നട്ടാൽ കുറുക്കാത്ത നുണ, നട്ടാൽ കുറുക്കാത്ത നുണ. വരും ദിവസങ്ങളിൽ ബലദേവ്, നമുക്ക് ഈ പരാജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.